ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ നമുക്ക് ആക്ച്വലി ഇന്ന് നമ്മുടെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഞാൻ വിചാരിച്ചു നമ്മൾ സ്ഥിരം മാക്രോൺസ് ഉണ്ടാക്കുന്ന കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ തന്നെ നമ്മളൊരു നോൺ റെസ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. കാരണം റെസ്റ്റിംഗ് മെത്തേഡ് നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു സംഭവമായിരിക്കാം. സോ ഐ തോട്ട് ഇന്ന് നമുക്ക് മാക്രോൺസ് തന്നെ നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്യാതെ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് വേറെ ഒന്നിൻ്റെ സഹായം വേണ്ട. നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഓവൻ മാത്രം മതി. സോ ജസ്റ്റ് ഈ ഒരു മാക്രോൺസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ ഒരു റെസ്റ്റിംഗ് നോൺ റെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനത് ആദ്യം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ റെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മാക്രോൺസ് നമ്മൾ നോർമലി ഇതുപോലത്തെ മാറ്റ് ഉണ്ട്. ഈ മാറ്റിൽ നമ്മൾ പൈപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഷെല്ലൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. സോ അത് നമുക്ക് വേണമെങ്കിൽ കുറേ നേരം, അതായത് ഒരു മാക്സിമം ഒരു ഹാഫ് അവർ പോലെയാണ് ഡ്രൈ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അതിൽ കൂടുതൽ 24/7 വെക്കുന്ന ആൾക്കാർ, എൻ്റെ കുറേ സ്റ്റുഡൻസൊക്കെ പറഞ്ഞിട്ടുണ്ട് 24/7 ഒക്കെ ഡ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു 30 മിനിറ്റ്സ് പോലെ നിങ്ങൾക്ക് മാക്സിമം വെക്കാൻ പറ്റും. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ നല്ലൊരു അധികം ഈർപ്പമൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫാനിൻ്റെ അണ്ടറിൽ തന്നെ നല്ല ഫുൾ സ്പീഡ് ഇട്ടിട്ട് ഡ്രൈ ആക്കാൻ പറ്റാം. അത് ഡ്രൈ ആവുമെന്ന് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു മാക്രോൺസ് പൈപ്പ് ചെയ്തിട്ട് ആ ബാറ്ററിലൊന്ന് ടച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ ആ ബാറ്റർ ഡ്രൈ ആയിട്ടില്ല. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഒരു റെസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ ഫാനിൻ്റെ അണ്ടറിൽ വെച്ചിട്ട് ആ ടോപ്പ് പാർട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ബേക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മാക്രോൺസ് പ്രോപ്പറായി ബേക്കായി കിട്ടും. ചിലർക്ക് ഈ മേ ബി ഹ്യൂമിഡിറ്റി കാരണമായിരിക്കാം, അതിൽ അറ്റ്മോസ്ഫിയറിൽ ഓക്കെ. സോ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്ക് ഈ ഒരു അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി കാരണം പെട്ടെന്ന് അത് ഡ്രൈ ആയി വരാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവും. സോ നമുക്ക് അങ്ങനത്തെ ഒരു കേസിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നോൺ റെസ്റ്റിംഗ് മെത്തേഡ് ട്രൈ ചെയ്യാം. അതായത് നമ്മൾ പൈപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് ഓവനിലോട്ട് വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അതിലെങ്ങനെയായിരിക്കും നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു ഷെല്ല ഡ്രൈ ആയി കിട്ടുന്നത്. നമ്മൾ പുറത്തുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഉള്ളിൽ ഓവൻ്റെ അകത്തൊന്ന് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ, അതായത് ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 90 അല്ലെങ്കിൽ ഒരു 100 ഡിഗ്രി സെൽഷ്യസ് പോലെ നമ്മൾ ഓവൻ്റെ അകത്ത് ടെമ്പറേച്ചർ വച്ചിട്ട് നമ്മൾ മാക്രോൺസ് പൈപ്പ് ചെയ്തതിനെ ഉള്ളിലോട്ട് വയ്ക്കും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. അത് നിങ്ങൾക്ക് ഫോണിൽ ടൈമർ ഓൺ ചെയ്യാം. 3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യും. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് മെറിങ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇതിനെ നമ്മൾ ബാക്കി ഞാൻ നേരത്തെ കുറേ കാര്യം പറഞ്ഞ് നിർത്തിയെന്നറിയാം. ബാക്കി ഇത് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ആൽമണ്ട് ഫ്ലവറും ഐസിങ് ഷുഗറും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ബാറ്റർ ഉണ്ടാക്കി പൈപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതിൻ്റെ നമ്മളെങ്ങനെയാണ് നോൺ റെസ്റ്റിംഗ് മെത്തേഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് മാക്രണാഷ് പ്രോസസ്സ് കാണിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ എക്സസ് ഓഫ് എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ബാറ്ററിനെ റെഡിയാക്കി എടുക്കുക. ഈ റെഡിയായ ബാറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഒഴിച്ചതിന് ശേഷം ഓരോ ഷെൽസായിട്ട് നമ്മൾ പൈപ്പ് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒരു ഗ്ലാസ്സിലാണ് പൈപ്പിംഗ് ബാഗ് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈസി ആയിട്ട് വേറെ ആരുടെയും സഹായം ഇല്ലാണ്ട് തന്നെ ബാറ്ററെല്ലാം നല്ല സ്മൂത്തായിട്ട് ഒഴിക്കാൻ പറ്റും. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാറ്റ് എടുക്കുക, എന്നിട്ട് അതിലോട്ട് നമ്മൾ പൈപ്പ് ചെയ്ത് വയ്ക്കുക. ഇനി ഞാൻ നേരത്തെ ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്കായി പോയൊരു വീഡിയോയുടെ പാർട്ട് ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ നോൺ റെസ്റ്റിംഗ് മെത്തേഡിൽ ഒരു 2 to 3 മിനിറ്റ്സ് 90 to 120 ഡിഗ്രീസിലാണ് മെയിൻറ്റെയിൻ ചെയ്യുക ടെമ്പറേച്ചർ, എന്നിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യുക. സോ വിത്തിൻ ദിസ് 2 to 3 മിനിറ്റ്സ് നമ്മുടെ ആ 90 to 120 തന്നെ ഉണ്ടാവണം ഓവൻ തെർമോമീറ്ററിൻ്റെ റീഡിങ്. ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചിൽ ഒരു 2 to 3 മിനിറ്റ്സ് വച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ടെമ്പറേച്ചർ ഒരു 150 താഴെ, ഒരു 145 പോലെയൊക്കെ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. സോ നമ്മളിപ്പോൾ ജസ്റ്റ് പൈപ്പ് ചെയ്ത് ഉള്ളൂ. ഇത് നമ്മൾ തൊടുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇത് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. സോ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടില്ല. നമ്മളിപ്പോൾ ഓവൻ ഇപ്പോൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ ഉള്ളിൽ വെച്ചിട്ട് അതിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സ് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടു, നമ്മൾ ആക്ച്വലി ഈ ഒരു ഓവൻ തെർമോമീറ്ററിലെ റീഡിംഗ് ആണ് നോക്കുന്നത്. ഇത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ നേരത്തെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഏകദേശം 90 ഡിഗ്രീസ് ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. സോ ഞാനൊരു ടൈമർ ഓൺ ആക്കിയിട്ട് ഒരു 3 മിനിറ്റ് ഇതിനെ ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കുക. ജസ്റ്റ് ഇതിനെ അടയ്ക്കരുത്, ഇതുപോലെ പകുതി ക്ലോസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതിനെ നമ്മൾ ഓവൻ ഷവർ മെത്തേഡ് എന്നും പറയും.
ഇപ്പോൾ ആക്ച്വലി 4 മിനിറ്റ്സ് അടുപ്പിച്ചവർ, അതായത് 3 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടൈമർ ഓഫ് ചെയ്തു. ഇപ്പോഴത്തേന് ഇപ്പോഴാണ് തുറക്കുന്നത്. സോ ജസ്റ്റ് ഞാൻ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കാണിക്കും. കണ്ടോ, നമ്മുടെ കയ്യിലോട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല. സോ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്ത് ബേക്ക് ചെയ്താൽ മതി. സോ ഇത് ബേക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിപ്പോകാൻ പാടില്ല. അതായത് ഞാൻ ബേക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു 150 പോലും എത്തിക്കാൻ സമ്മതിക്കാറില്ല, അതിന് ലെസ്സായിട്ടാണ് വെക്കുന്നത്. സോ മേക്ക് ഷുവർ. ഇതിപ്പോൾ ഞാൻ ബേക്ക് ചെയ്തപ്പോഴത്തേക്കും ഇടയ്ക്ക് എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ജസ്റ്റ് ടെമ്പറേച്ചർ കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ബേക്ക് ചെയ്യാം. സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും നേരത്തെ ആ ഒരു ഓവൻ ഷവർ മെത്തേഡ് അല്ലെങ്കിൽ നോൺ റെസ്റ്റിംഗ് മെത്തേഡ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. മോസ്റ്റ്ലി സക്സസ്ഫുൾ ആയിട്ട് തന്നെ വരും. സോ കഴിവതും ടെമ്പറേച്ചർ ഭയങ്കര പ്രിസൈസായിട്ട് വയ്ക്കാൻ നോക്കുക. ഒരുപാട് കൂടാനും ഒരുപാട് കുറയാനും സമ്മതിക്കരുത്. സോ എന്തായാലും ബേക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എന്തായാലും കമൻസിൽ അറിയിക്കാം. സോ ബൈ.